ഫ്രാങ്ക്ലിൻ്റെ അനിയൻ തിരിച്ചുവെത്തി. ഞാനാണ് ഫ്രാങ്ക്ലിൻ്റെ അനിയൻ. ഫ്രാങ്ക്ലിൻ്റെ അനിയൻ്റെ പേരാണ് ട്രാങ്ക്ലിൻ. നിങ്ങൾക്കറിയായിരിക്കുമല്ലേ? ട്രാങ്ക്ലിൻ മിഷന്റെ ചേട്ടനാണ്. എൻ്റെ പേര് സൂങ്ക്ലീൻ. ഞാൻ സൂങ്ക്ലീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ എൻ്റെ ചാനലായ വിജയകുമാർ കോവളം അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. ഞാനാണ് സൂങ്ക്ലീൻ. എൻ്റെ പേര് തന്നെയാണ് സൂങ്ക്ലീൻ. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ തപ്പിയിറങ്ങിയാണ്. എൻ്റെ ചേട്ടൻ ഫ്രാങ്ക്ലിനെ അറിയാലോ നിങ്ങൾക്ക്. അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ജോലി കിട്ടി. തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നതാണ്. പിന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഭയങ്കര ഇതാണ്. പിന്നെ ഇവിടെ സിംഗർ സാറിന് പകരമാണ് ഞാൻ വന്നത്. സിംഗർ സാർ പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി. ഇവിടെ ലോസ് ഏഞ്ചൽസിൽ എനിക്ക് വേണ്ടി ഇതൊക്കെ വന്നു. പിന്നെ സിംഗർ സാറ് ഇടയ്ക്ക് ലീവിന് വേണ്ടി ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സിംഗർ സാറ് പറഞ്ഞവരെ ഞാൻ ഇവിടെ കാണും. ഇവിടെ BMW ഒക്കെ ആണല്ലോ ഇവിടെ കിടക്കണേ. മെക്ലയറും BMW, പിന്നെ ഒരു ജീപ്പ് വാംഗ്ലറും, ഒരു GTR കിടക്കണം. ഇതുപാടെ ഇതൊക്കെ ഇവിടെ ഭയങ്കര റിച്ചാന്ന് തോന്നുന്നത്. ചുമ്മാ സിംഗർ സാറൊക്കെ എന്തിനാണോ ഇവിടെ വിട്ടു വന്നത്. ആ സിംഗർ സാറിന് ബൈക്കിനോടാണ് താല്പര്യം. അയാളുടെ അതിലുള്ള മോട്ടോർ സൈക്കിൾ കണ്ടിട്ടില്ല. മോട്ടോർ സൈക്കിൾ ഉണ്ട്, അതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങോട്ട് വരാത്തത്. പിന്നെ ഇത് പറയാനാ സിംഗർ സാറ് ഇങ്ങനെ തന്നെ നീ പോവും. ഞാനാണെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഇങ്ങോട്ട് വന്നെങ്കിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലല്ലോ. അകത്ത് കാണുമ്പോ എല്ലാവരും ഇനി അകത്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും കാണുമായിരിക്കും. ഞാനിവിടെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആരും എന്നെ ചികിത്സിക്കാനില്ല. അപ്പൊ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. എന്റെ ചേട്ടൻ ഫ്രാങ്ക്ലിൻ അല്ലേ ഇത്? ഇങ്ങനെ ഇവൻ എന്താ ഇവിടത്തെ യൂണിഫോം ഒക്കെ എന്നെ കാണാൻ കേരള പോലീസിന്റെ യൂണിഫോമിലുണ്ട്. പക്ഷെ ഇവനെ ഏതടാ? இங்க நான் தான் கிங்கு. நான் வச்சது தான் ரூல்ஸுக்கு எதுவும் அது சேஞ்ச் இருந்தா வெட்டி கண்டந்துண்டமா வெட்டி குப்பையில போட்டுடுவேன். ഈ പൊട്ടം പിന്നെ മജ്ജിനെ ഡയലോഗ് അടിക്കാൻ തുടങ്ങി. വേറെ മര്യാദയ്ക്ക് വരണം. എന്തെങ്കിലും എനിക്ക് തമിഴ് അറിഞ്ഞൂടെന്ന് നിനക്കറിഞ്ഞൂടെ? ഇവരെ ഡയലോഗ് അടിച്ചാൽ നിന്നെ വെട്ടിയെടുത്ത് നിന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടുന്നു. എന്നാ നമുക്ക് ആദ്യത്തെ കേസ് അങ്ങ് സോൾവ് ചെയ്യാൻ പോവാടാ. ഓക്കെ, നമുക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇറ്റ്സ് മീ ഫോക്സ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കണേ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ഉണ്ട്. നമ്മൾ പോലീസ് ചെയ്തുകൊണ്ട് നമ്മൾ നിയമലംഘനം 12 seconds later. ലോകത്ത് പോലീസുള്ള നിയമം ലംഘനം ചെയ്യാതിരിക്കുകയാണ്. ആ പോലീസ് നമ്മൾ തന്നെ നിയമലംഘനം ചെയ്യാൻ പാടില്ല. കിട്ടലിട്ട് ഒരുത്തം പോണാ സ്പീഡില്. അവനെ പിടിക്കാദ്യം. പിടി പോണ സ്പീഡ്. എടാ ബ്ലോക്ക് ഒക്കെ വെട്ടിച്ചടാൻ പോണ. അവനെ തന്നെ ആദ്യം പിടിക്കാൻ നോക്ക്. സൂപ്പർ സ്റ്റാർ ഇടാ. ഇവിടെ നമുക്കധികം സ്പീഡ് എടുക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മുടെ ഒരു ട്രക്കാണ് ഇത്. സ്പീഡിൽ പോയാൽ കത്തും. ഇടി എടാ മയക്കാണോ? ആ പിടിച്ചിടാ. സോറി ബ്രോ. ഇറങ്ങ. ഇറങ്ങടാ ഇടയില്. ആ നിനക്ക് എന്താ ഗണ്ണോ? എടാ എന്താ എന്നെ പേടിപ്പിക്കണ? നീ ആറാ? നീ എന്നെ അടിക്കാൻ നീ ആറാ? അത്രയ്ക്ക് നീ മോഷ്ടിച്ചോണ്ട് പെറ്റി കേസിന് എന്നെ പിടിച്ചിടിക്കണം. കാരണം അറിഞ്ഞൂടാ. അപ്പൊ നമ്മളിത് ബാക്കിൽ അവന്റെ ബൈക്കും പിന്നെ അവനെ വെച്ചിട്ടുണ്ട്. ബൈക്കും അവന് നിൽപ്പുണ്ട് ഇവിടെ ബാക്കിൽ. ഇവന്ത് തന്നെ നമ്മളെ ഇടിക്കാൻ വേണ്ടി അവൻ കണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ അങ്ങ് ഇടിച്ച് അങ്ങ് സീനാക്കി. അപ്പോൾ അതൊക്കെ വിഷയമില്ല ഗൈസ്. നമുക്ക് ഇത് പുതുമയുള്ള കാര്യമില്ല. അത് നേരെ ഇതിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ നമ്മുടെ ചേട്ടനെ വനായിട്ട് പഞ്ഞിക്കിടും ഗൈസ്. പേടിക്കണ്ട. ഓക്കെ, പോലീസ് സ്റ്റേഷൻ കറക്റ്റ് എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇവിടെ തന്നെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ചേട്ടാ ഞാൻ ആദ്യത്തെ അവരെ പിടിച്ചു. വെൽഡൻഡാ, നീ എന്റെ ഇൻട്രോ പറഞ്ഞില്ലേ ഫോക്സിന്റെ? ഒക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവനെ ഓടാൻ നോക്കോ ചേട്ടാ. ഇവൻ ഭയങ്കര എന്താ ഇപ്പൊ പറഞ്ഞ ഇടിക്കാൻ വേണ്ടിയാണ് കേട്ടാ. ചേട്ടാ സൂക്ഷിച്ചോട്ടാ. ഇടിക്കണമെങ്കിൽ അവൻ പിടിച്ചാ ഒന്ന് തൂക്കിയേക്കാനെ. എന്നെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കൂ? തൊട്ടാ പിന്നെ ഇടിക്കൂലേ? പിന്നെ ഇപ്പൊ ഇടിക്കാം. തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ ചേട്ടാ. അപ്പൊ ഇവരെ എന്ത് ചെയ്യണതിന് നമുക്ക് പെറ്റി കേസിന് കോടതിയിൽ കൊണ്ട് പെറ്റി അടിച്ചോട്ടോ മോനെ. എന്താണെന്ന് ഞാൻ ബൈക്കിനെ ഭയങ്കര മോഡിഫിക്കേഷൻ ഉണ്ട്. സൗണ്ട് ഒക്കെ ഉണ്ട്. ഒരുമാതിരി ബും എന്ന് പറഞ്ഞു. സൂപ്പർ MK5 പോകണോ അല്ലാണ് നീ പോകണം. അതുകൊണ്ട് തന്നെ നിനക്ക് 2000 രൂപ പെറ്റി. പിന്നെ നിന്റെ വണ്ടിയുടെ സൈലൻസർ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നിനക്ക് വീട്ടിൽ പോവാൻ വേറൊന്നുമില്ല. ഞാനൊന്നും പറഞ്ഞൊന്നും എന്നാവൂല. ഇങ്ങനെ ഒരെണ്ണം കൊടുത്ത് ഇങ്ങനെ ചവിട്ടി ഇവന്റെ തലയെ കൂടെ ഇങ്ങനെ ചവിട്ടി അവന്റെ എടാ നീയൊക്കെ എന്തിൻ്റെ ഇതാടാ? നീ കൊണ്ട് ഓവർടേക്ക് ചെയ്ത് ഞങ്ങളുടെ വണ്ടിക്ക് ഇട്ടിടിക്കുമല്ലോ. അത്ര ഉള്ളൂടാ അനിയ. പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഇവനെ ഒന്ന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇവൻ ഫുള്ള് പോയി. ഇനി എന്ത് ചെയ്യൂടാ ഞാൻ? എനിക്ക് ഇതിൻ്റെ അകത്ത് ഏത് വണ്ടി എടുക്കും?
എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ വലിയ ഈ സൈബർ ട്രക്ക് അല്ല, ഇതല്ല സൈബർ ട്രക്കല്ല, ഈ വണ്ടി തന്നെ എടുക്കുക എന്തായാലും. നല്ല വണ്ടി. അപ്പോൾ നമുക്ക് ഹോപ്പി ഗൈസ് നമ്മുടെ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഒന്നും ചെയ്യല്ല. നമ്മൾ ഇന്ന് 8 മിനിറ്റ് വീഡിയോ ഉണ്ട് നമ്മുടെ. 8 മിനിറ്റ് കഴിയുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും അത്ര എടുക്കും. അല്ല ഇന്ന് വണ്ടിക്കകത്ത് നീ ഒന്ന് പോയേക്കും. ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന, ഒന്ന് ഞാൻ കിടക്കട്ടെ. അഭിനയിക്കണമെന്നല്ല, സത്യമായിട്ട് നീ ഒന്ന് പോയിട്ട്, എനിക്ക് ഭയങ്കര തലവേദന, ഒന്ന് കിടക്കട്ടെ. ഇന്ന് ഞാൻ പോവാ, നീ ഇന്ന് ഇവിടെ കയറി റെസ്റ്റ് എടുത്തോ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇപ്പോഴും നമ്മൾ തന്നെയാണ് പോകേണ്ടത്. ഇവന് ഭയങ്കര തലവേദനയാണെന്ന് പറഞ്ഞാൽ കിടക്കാൻ പോകണതാണ്. എടാ നീ കിടന്നില്ലാന്ന് ഞാൻ അറിഞ്ഞ. അപ്പൊ കാണാം, നമുക്ക് അടുത്ത വർക്കും ചെയ്യാം. അപ്പൊ നമുക്ക് കുറെ വർക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. അതുവരെ എല്ലാ കൂട്ടുകാരും വെയിറ്റ്. ഗൈസ് എനിക്ക് നല്ല വെടി കിട്ടിയിട്ട് ഗൈസ്, അവന്മാർ നല്ല വെടിയൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, അവന്മാരുടെ കയ്യിലേക്കാണ് മിഷൻ കിട്ടണാണ് ഗൈസ്. ഞാൻ ഒരു ഗ്യാങ്ങിനെ വന്ന് കൊല്ലാൻ വന്നതാണ്. ഓ മൈ ഗോഡ് ഗൈസ്, അവർ ഭയങ്കര വെടിയാണല്ലോ. എനിക്ക് ഹെൽത്തൊക്കെ കുറയുന്നുണ്ട്, എനിക്ക് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യാത്തതാണ്. എല്ലാവരും കൊല്ലണമല്ലോ ഒന്ന്. എന്നെ തൊട്ട് ആരും ഇതുവരെ ജീവനോടെ പോയിട്ടില്ല. ഫ്രാങ്ക്ലിൻ എടുത്തത് പറഞ്ഞ ഇവർ ഈ ഗ്യാങ്ങിനെ മൊത്തം കത്തിക്കും ഫ്രാങ്ക്ലിൻ പോയി. അതുകൊണ്ട് ഞാൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറയല. എല്ലാവരും ചത്തോന്നാ തോന്നണ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ 8 മിനിറ്റൊക്കെ വീഡിയോ ഇടുന്നത്. അല്ലാതെ നമ്മുടെ 17 മിനിറ്റ് 11 മിനിറ്റ് അങ്ങനത്തെ വീഡിയോസൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് കുറച്ച് നേരം മൊബൈലൊക്കെ കിട്ടണുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഇല്ലാത്തതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. അല്ല, എയർപോർട്ടല്ല, സബ്വേയുടെ അടിയിൽ കൂടെ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി കഴിച്ചിട്ട്, ഇതാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. വളക്കി നമ്മൾ എത്തിയിട്ടുണ്ട്. ഫ്രാങ്കി കിടന്നിട്ട് ഇപ്പം എണീറ്റ് വന്നോളൂ. എന്തടാ ഡോണിൻ്റെ മോനെ, ചേട്ടാ ഈ ഡോണാണ് എന്നെ ഇടിച്ചത്. കുറേ നേരം കൊണ്ട് തന്നെ ഇടിച്ചു. പിന്നെ ഡോണിനെ ഞാൻ ഇങ്ങനെ തൂക്കിയെടുത്തോണ്ട് വന്നു, അത്രേ ഉള്ളൂ. ഡോണൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഡോണിനൊക്കെ കൊല്ലുകേട്ടാ. എൻ്റെ അനിയനെ തൊടുന്നോടോ ഇന്നാ പിടി. എന്തിനാടോ എൻ്റെ അനിയനെ തൊട്ട് നീ? എൻ്റെ അനിയനെ തൊട്ട് കളിച്ചാൽ പിന്നെ ഇടിയാണ് മോനെ നിനക്ക്. നല്ല ഇടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഇടി. കണ്ടം തുണ്ടമ്മ വെട്ടി കുപ്പയിലെ പോട്ടിടുക കേട്ടോ. ഹോപ്പിക്ക് എത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.